2026 ജൂലൈ മാസം 25-ാം തീയതി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഏറ്റവും ത്രസിപ്പിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ്. BJPയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായിട്ടുള്ള നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്രമന്ത്രി രാജിക്കത്ത് നൽകി തലകുനിച്ച് നാണം കെട്ട് കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് അയാളുടെ മാത്രം പരാജയമല്ല, ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് അഹങ്കരിക്കുന്ന BJPയുടെ പരാജയമാണ്, NDA സർക്കാരിൻ്റെ പരാജയമാണ്, എല്ലാത്തിലുമുപരിയായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രാജ്യരക്ഷാമന്ത്രി അമിത്ഷായുടെയും പരാജയമാണ്. ഇവിടെ ആരുടേതാണ് വിജയമെന്ന് ചോദിച്ചാൽ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ രാജ്യത്തെ ജൻസി പ്രക്ഷോഭകാരികൾക്കാണ് നൽകേണ്ടത്. അവരെ സമരമുഖത്ത് ഏകോപിപ്പിച്ച ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം പിറവിയെടുത്ത കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് നൽകേണ്ടത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് CJPയുടെ ആഭിമുഖ്യത്തിൽ ഈ രാജ്യത്തെ യുവാക്കൾ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദിറിലും അതുപോലെ തന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവാക്കൾ ഈ രാജ്യത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലും പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിയപ്പോൾ അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലേക്ക് ഗതികെട്ട് നരേന്ദ്രമോദി ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൂടി കൃത്യമായ സൂചനയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 2029 നരേന്ദ്രമോദി എന്ന ഭരണാധികാരി ഈ രാജ്യത്തിൻ്റെ അധികാര സ്ഥാനത്ത് നിന്ന് തൂത്തെറിയപ്പെടും. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ നിന്ന് പുറത്താകും. അന്ന് അധികാരത്തിലെത്തുവാൻ പോകുന്നത്, പ്രധാനമന്ത്രിയാകുവാൻ പോകുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കും എന്നുള്ള വിലയിരുത്തലിലേക്ക് രാഷ്ട്രീയ വൃത്തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനുള്ള കൃത്യമായ കാര്യകാരണങ്ങൾ പ്രേക്ഷകർക്കായി വിശദീകരിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ സമരമുഖത്ത് ഈ സമരത്തെ ഏകോപിപ്പിച്ചതും നേതൃത്വം നൽകിയതും CJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ എന്ന യുവാവാണ്. CJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആദ്യമായി പിറവിയെടുത്തത് സമൂഹ മാധ്യമങ്ങളിലാണ്. വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ സെൻസേഷനായി മാറിയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സമരമുഖത്ത്, ഒരു ഫിസിക്കൽ സമരമുഖത്ത് ഇത്രമാത്രം വലിയൊരു വിജയം കൈവരിക്കുമെന്നും ഇത്രമാത്രം ആളുകളെ അവർക്കൊപ്പം ചേർക്കുമെന്നും ഒരു രാഷ്ട്രീയ നിരീക്ഷകനും വിലയിരുത്തിയിരുന്നില്ല. എന്നാൽ ഈ രാജ്യത്തെ യുവജനങ്ങളുടെ രോക്ഷം കൃത്യമായി ഭരണകൂടത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, പ്രധാനമായും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഭരണപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു CJPയുടെ ഈ സമരത്തിൻ്റെ ആത്യന്തികമായ വിജയത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം. നമ്മൾ ഓർക്കണം, 2014 നരേന്ദ്രമോദി ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള 12 വർഷവും മോദിയുടെ ഒരു തേരോട്ടം തന്നെയാണ് ഈ രാജ്യം കണ്ടത്. 2014-ലും 2019-ലും 2024-ലും രാജ്യത്തിൻ്റെ ഭരണം തുടർച്ചയായി 3 വട്ടം പിടിച്ചുകൊണ്ട് ഹാട്രിക് നേടിയാണ് നരേന്ദ്രമോദി 3-ാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയത്. 2024-ൽ BJP പ്രതീക്ഷിച്ചത്ര വലിയൊരു മിന്നും വിജയം അവർക്ക് നേടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടിയും BJPയും NDA എന്ന സംവിധാനവും നരേന്ദ്രമോദിയുടെ നേതൃത്വവും ദുർബലപ്പെടുത്തുന്നു എന്ന കൃത്യമായ സൂചനകൾ പുറത്തു വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏകപക്ഷീയമായ വിജയം കൈവരിച്ചുകൊണ്ട് BJPക്ക് മാത്രമേ ഇന്ത്യയുടെ അധികാരത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു പൊതുവിലയിരുത്തലിലേക്ക് ജനങ്ങൾക്കൊരു പൊതുബോധം സൃഷ്ടിക്കുവാനും ആ പ്രസ്ഥാനത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ 2024-ൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസ്യത ഒരു പരിധിവരെ BJP തിരികെ പിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പ്രചരണങ്ങളോടെ തിരികെ പിടിച്ചു എന്ന സൂചന നൽകിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്ര പെട്ടെന്ന് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട് എങ്കിൽ BJPയോടും BJPക്ക് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയോടും ആ ഭരണകൂടത്തോടും ആ ഭരണ സംവിധാനങ്ങളോടും ഈ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളത് വ്യക്തമായി മാറുകയാണ്. ഇവിടെ എന്താണ് കോൺഗ്രസിൻ്റെ സാധ്യത എന്ന് ചോദിച്ചാൽ CJP എന്ന് പറയുന്നത് ഒരു ന്യൂജൻ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു ന്യൂജൻ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഉടനടി എത്രമാത്രം ശോഭിക്കുവാൻ അവർക്ക് കഴിയും എന്ന കാര്യത്തെക്കുറിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം പറയാം, നരേന്ദ്രമോദിയുടെ പുറത്തുപോകലിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുവാൻ പോകുന്നത് ഈ രാജ്യത്തെ CJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതിനെ പിന്തുണയ്ക്കുന്ന യുവാക്കളും തന്നെയായിരിക്കും. നമ്മൾ ഓർക്കണം, എല്ലാ കാലഘട്ടത്തിലും തൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെ കാലഘട്ടത്തിലെല്ലാം, അതായത് ഗുജറാത്തിലെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോഴും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോഴും നരേന്ദ്രമോദിക്കുള്ള ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അർബൻ വോട്ട് ബാങ്കുകളായിരുന്നു. പ്രത്യേകിച്ചും യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകളായിരുന്നു.
ആ വോട്ട് ബാങ്കിനാണ് കൃത്യമായ ഒരു മൂല്യശോഷണം സംഭവിച്ചിരിക്കുന്നത്. ആ വോട്ട് ബാങ്കാണ് ചിതറിപ്പോയിരിക്കുന്നത്. ആ വോട്ട് ബാങ്ക് നരേന്ദ്രമോദിക്കെതിരായി മാറിയിരിക്കുന്നു. ആ വോട്ട് ബാങ്ക് BJPക്കെതിരായി മാറിയിരിക്കുന്നു. അതിനാൽ തന്നെയാണ് BJPയുടെ ആണിക്കല്ല് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇളകിപ്പോകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുവാൻ കാരണം. ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം എന്നൊരു മനസ്ഥിതിയിലേക്ക് ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾ എത്തുമ്പോൾ അവിടെ നേട്ടം കൊയ്യുക കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന ഇന്ത്യ സഖ്യം എന്ന രാഷ്ട്രീയ മുന്നണിയും തന്നെയായിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അധികാരത്തിലേക്ക് എത്തുമ്പോൾ 2029 ഒരിക്കലും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുവാൻ സാധിക്കുകയില്ല എന്ന് BJPക്കാരും സംഘപരിവാറുകാരും പരിഹസിച്ചു കൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി 2029 തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി മാറുന്ന കാഴ്ചയും ഇവർക്കെല്ലാം കാലം കരുതി വെച്ച മറുപടി എന്നവണ്ണം നമുക്ക് കാണുവാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം. കേവലം ഒരു കേന്ദ്രമന്ത്രിയുടെ രാജി കൊണ്ട് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ സഖ്യത്തിനും അതുപോലെ കോൺഗ്രസിനും അധികാരത്തിലേക്ക് തിരികെ വരുവാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം പലപ്പോഴും ഇവിടെ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് കേവലം ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ സർക്കാർ സംവിധാനത്തോട് കേന്ദ്ര സർക്കാർ സംവിധാനത്തോടുള്ള എതിർപ്പിൻ്റെ പ്രതിഫലനം കൂടിയാണ്. വളരെ ലളിതമായി വിശദീകരിക്കാനാണെങ്കിൽ 2026 കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി UDF അധികാരത്തിലേക്ക് എത്തണമെന്നല്ല ജനങ്ങൾ പ്രധാനമായും ആഗ്രഹിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കപ്പെടണമെന്നും LDFും CPMും അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുമാണ് അവർ ആഗ്രഹിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് മറ്റുള്ള രീതിയിലുള്ള മുറവിളികൾ ഉയർന്നു വന്നിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ജനപ്രീതിയുടെ അടിസ്ഥാനത്തിലാവില്ല കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് തിരികെ എത്തുവാൻ പോകുന്നത്. നേരെ മറിച്ച് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയും അയാൾ പ്രതിനിധാനം ചെയ്യുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ അവർ പുറത്തു പോകുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ രാജ്യത്തിൻ്റെ മാറുന്ന രാഷ്ട്രീയ സൂചന കൂടിയാണ് CJP എന്നത് ഞാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞതാണ്. CJP പോലെ കൃത്യമായി ജനപക്ഷ രാഷ്ട്രീയം പറയുന്ന, യുവാക്കളുടെ വികാരങ്ങളെ ഏറ്റുപിടിക്കുന്ന, ഏത് വലിയ സംവിധാനങ്ങളോടും പോരടിച്ച് വിജയിക്കുവാനുള്ള ആർജവം ഈ നാട്ടിലെ യുവാക്കൾക്കുണ്ട് എന്ന് തെളിയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായിരിക്കും മാറുന്ന ഇന്ത്യയുടെ ഭാവി, വരുംകാല ഇന്ത്യയുടെ ഭാവി എന്ന കാര്യത്തിലും തർക്കം വേണ്ട. പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള BJPയും കോൺഗ്രസും അതുപോലെ തന്നെ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പോലും നിലനിൽപ്പിനായി പുതുമാർഗങ്ങൾ തേടേണ്ട ഒരവസ്ഥയിലേക്കാണ് CJPയുടെ ഈ സമര പോരാട്ടത്തിൻ്റെ വിജയം ഈ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയിയെക്കുറിച്ചാണ്. ഈ രാജ്യത്തെ ബുദ്ധിമാന്മാരായ രാഷ്ട്രീയ നിരീക്ഷകരും സർവേ ഏജൻസികളുമെല്ലാം ഈ വിജയുടെ പരാജയം ഒരുപോലെ പ്രവചിച്ചിരുന്നതാണ്. ആക്സിസ് മൈ ഇന്ത്യ എന്ന ഏജൻസി മാത്രമാണ് വിജയുടെ നേതൃത്വത്തിൽ TVK തമിഴ്നാടിൻ്റെ അധികാരത്തിലേക്ക് എത്തുമെന്ന് പ്രവചിച്ചിരുന്നത്. കൃത്യമായി ജനങ്ങളോട്, യുവാക്കളോട്, സ്ത്രീകളോട് സംവദിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോഴാണ് പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് വിജയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ പുതിയ സർക്കാരുണ്ടായത്. സമാനമായ സാഹചര്യമാണ് ഇവിടെയും നിലനിൽക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇന്ത്യ എന്ന പോലെ വലിയൊരു മഹാരാജ്യത്ത് CJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒറ്റയടിക്ക് അധികാരത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയുകയില്ല. എന്നാൽ അവരുടെ പിന്തുണ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് എത്തുവാനുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘടകമായി മാറും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ CJPക്ക് മുമ്പിലുള്ളത് അനാവൃതമാകുന്നത് വലിയൊരു പൊളിറ്റിക്കൽ സ്പേസാണ്. സീറ്റുകളുടെ എണ്ണത്തിൻ്റെ ബലത്തിലല്ലെങ്കിൽ കൂടിയും ഈ രാജ്യത്ത് ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുവാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്പേസ് ഈ രാജ്യത്തെ യുവാക്കൾ, ഈ രാജ്യത്തെ മധ്യവർത്തികൾ അവർക്ക് നൽകിക്കഴിഞ്ഞു. അവർ ഈ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ കറക്ഷൻ ഫോഴ്സായി നിലകൊള്ളുമ്പോൾ ഏത് സർക്കാർ അധികാരത്തിലെത്തിയാലും അത് ജനവികാരങ്ങളെ മാനിച്ചല്ല ഭരണം നടത്തുന്നതെങ്കിൽ ആ സർക്കാരിനെ മുട്ടുകുത്തിക്കുവാനുള്ള ആർജവം, പോരാട്ടവീര്യം ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുണ്ട് എന്നുള്ള വിശ്വാസം ആ ജനങ്ങൾക്ക് പകർന്നു നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് CJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സീറ്റുകളുടെയും സംഘടനാ സംവിധാനത്തിൻ്റെയും അപ്പുറം ഒരു പൊളിറ്റിക്കൽ കറക്ഷണൽ ഫോഴ്സായി നിലകൊള്ളുവാൻ സാധിക്കുന്ന ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, രാജ്യത്ത് മാറ്റം തന്നെയാണ് പ്രതിഫലിക്കുന്നത്. അത് നരേന്ദ്രമോദിക്ക് പ്രതികൂലമായിട്ടുള്ളൊരു മാറ്റമാണ്. ആത്യന്തികമായി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആ മാറ്റം അനുകൂലമായി മാറുക ഇന്ത്യ സഖ്യത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും എല്ലാത്തിലും ഉപരിയായി നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും തന്നെയായിരിക്കും. ഈ രാഷ്ട്രീയ വിലയിരുത്തലുകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.